ഇവിടെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പാളയം പള്ളിയിലെ ഇമാമ് പിന്നെ ഇന്ന് കുത്തുബയ്ക്ക്, അതായത് ഇന്നത്തെ ജുമയ്ക്ക്, വെള്ളിയാഴ്ച ജുമയ്ക്ക് പിന്നെ എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയിട്ട് ജുമാ സമയത്ത് പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ അവരെ സഹായിക്കണം, അവർക്ക് വേണ്ട വെള്ളം, അവർക്കുള്ള വേണ്ട ആവശ്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കണം, അവർക്ക് വേണ്ട സ്ഥലങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ പ്രസംഗത്തിൽ പുള്ളി എല്ലാ ആൾക്കാരോടും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ വരുന്ന ആൾക്കാർ, പൊങ്കാല ഇടാൻ വരുന്ന ആൾക്കാർ, കാരണം നാട്ടിലെ ചൂടറിയാം. അപ്പോൾ ആ ഒരു ചൂടിൽ അവർക്ക് പിന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, വെള്ളം, അവർക്ക് വേണ്ട സ്ഥലം, അവർക്ക് വേണ്ട എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, ടോയ്ലറ്റ്, ഇതെല്ലാം പള്ളി ഓപ്പണാക്കി, പാളയം പള്ളി ഉൾപ്പെടെ പ്രദേശവാസികളായ എല്ലാ ജനങ്ങളോടും സ്ഥലങ്ങളെല്ലാം ഓപ്പണാക്കി കൊടുക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞതിൽ അതിൽ പോലും വന്നിട്ട് വിഷം തുപ്പാനായിട്ട് ഒരുപാട് പിന്നെ കൃമികൾ. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവർക്ക് പരസ്പരം അടിച്ച് ചാവണം എന്നൊക്കെ ഉള്ള ഇതാണ് ഇവരുടെ മനസ്സിലുള്ളത്. എന്തായാലും കൊള്ളാം, ഇവർ നാട്ടിൽ നല്ല രീതിയിൽ തന്നെ വർഗീയത കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മളെ നാട് തന്നെ 3-4 സ്പ്ലിറ്റ് ആവും ഈ പോക്കാണെങ്കിൽ. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട് വിട്ട് ഓരോരോ ആൾക്കാർ അവരെ കുടുംബം മറന്നിട്ട് അവർ എല്ലാവരും പ്രവാസ ലോകത്തും അതുപോലെ പല രാജ്യത്തും അവർ പെടാപാടുന്ന വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ശരിക്കും വിസ തീർന്നാൽ പോലും നാട്ടിലോട്ട് തിരിച്ചു വരണ്ടെന്നുള്ള മൈൻഡിലായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത്. എന്തായാലും നാട്ടിലെ അവസ്ഥ ഈ രീതിയിലാണ് പോക്ക്. അപ്പോൾ നാട്ടിലെ ആൾക്കാർക്ക് ഇപ്പോഴും അത് മലയാളികൾ വന്നിട്ട് കമൻറ്റ്, അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കാണുമ്പോൾ വല്ലാത്ത പിന്നെ നമ്മളെ മലയാളികൾക്ക് വലിയൊരു നാണക്കേട് തന്നെയാണ്. എന്തായാലും ഇതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും അറിയില്ല എനിക്ക്, ഏത് രീതിയിലാണ് ഇനി പോകുന്നു എന്നുള്ളത് നാട്ടിൽ. അപ്പോൾ ശരി.